കൂടി പുരയിടം. പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാരോപിച്ച് അയൽവാസി രംഗത്ത്. വാരം ചാലിൻമുട്ട സ്വദേശി MP മുഹമ്മദ് സമീറാണ് കാടും കാട്ടുപന്നികളുടെ ശല്യവും കാരണം പൊറുതിമുട്ടിയിരിക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി പരിഹാരം കാത്തിരിക്കുകയാണ് സമീർ. വാരം ചാലിൽമൊട്ടയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കാട് സമീപവാസികൾക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി കണ്ണൂർ കോർപ്പറേഷനിൽ സമീപവാസിയായ MP മുഹമ്മദ് സമീർ പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടി സ്വീകരിച്ചില്ലെന്നും ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയെങ്കിലും അത് ഫലം കണ്ടില്ലെന്നും പറഞ്ഞു. ഈ ജയശ്രീ പറമ്പ് എന്ന് പറഞ്ഞത് ഈ തോട്ടടയാണ് ഇതിൻ്റെ മുതലാളി. ഇവരോട് 2022 മുതൽ നിരന്തരമായി കാട് വയ്ക്കാൻ പറയുന്നുണ്ട്. അതുകൂടാണ്ട് ചേലോര സോണൽ ഓഫീസിലും കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലും നിരന്തരമായി പരാതികൾ കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തു. ഇപ്പോൾ ചേലോറ സോണൽ ഓഫീസിൽ നിന്ന് HI വന്ന് എൻക്വയറി ചെയ്തിരുന്നു. പക്ഷേ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഇനി ഇതിനുമേലെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പരാതികൾ കൊടുത്തിരുന്നത്. ഈ കാട് മാടിയുകൊണ്ട് മുള്ളം പന്നി, കാട്ടുപന്നി, വിഷമുള്ള പാമ്പുകൾ, അണ്ണലി, മൂർക്കൻ, രാവിലെ കുട്ടികൾക്കൊന്നും മദ്രസയിലൊന്നും പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ പരാതി കൊടുത്തത്. ഈ പരാതി എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, ചന്ദ്രിക, സുപ്രഭാതം എല്ലാ പേപ്പറിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ട് കാണുന്നില്ല. ഇനി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പിന്മാറില്ല. ഇന്നലെ നടപടി സ്വീകരിച്ചേ മതിയാകും. ഇനി ഞാൻ നാളെ പോയിട്ട് ഡിസ്ട്രിക്ട് ജോയിൻറ്റ് ഡയറക്ടറെ കാണാൻ പോകുന്നുണ്ട്. അവരെന്താണ് പറയുന്നത് നോക്കിയിട്ട് മേൽ നടപടി സ്വീകരിക്കുന്നതാണ്. സമീപവാസിയുടെ പറമ്പ് കാട് പിടിച്ച് ഭീകരത തോന്നിപ്പിക്കും വിധമാണുള്ളതെന്നും പറമ്പിൽ പന്തലിച്ച കാട്ടിൽ കാട്ടുപന്നിയും മുള്ളൻ പന്നിയും വിഷപ്പാമ്പുകളും ഉള്ളതിനാൽ ഭയന്നാണ് കഴിയുന്നതെന്നും ഇവർ പറയുന്നു. കുട്ടികൾക്കും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതിനെപ്പറ്റി പറമ്പിന്റെ ഉടമയോട് പലവട്ടം സംസാരിച്ചെങ്കിലും കാട് വെട്ടിത്തെളിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു. പിന്നീട് കളക്ടർ, RTO, തദ്ദേശ ജോയിന്റ് ഡയറക്ടർ എന്നിവർക്കും പരാതി നൽകിയെന്ന് മുഹമ്മദ് സമീർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.